നമ്മളെ കൺസെൻറ്റോ പ്രൊവക്കേഷനോ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തി നമ്മൾക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ശരിക്കും ആ വ്യക്തിക്ക് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അല്ലാതെ ഒരു വ്യക്തി നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമുക്ക് നൈറ്റ് ലൈഫ് ഓൺ ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ സേഫ് അല്ല. നീ എന്തിനു റൂം എടുത്തു, അതിൻ്റെ പുറകിൽ നമ്മളിനി എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അതൊന്നും ഇമ്പാക്റ്റ് ഇല്ല. നീ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി, ഇതാണ് പറയുന്നത്. എനിക്കത് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ലീഗലി മൂവ് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ എൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് ശരി. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, സ്റ്റിൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് മോശമായിട്ട് ബിഹേവ് ചെയ്ത് അത് ഞാൻ ലീഗലി മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ കൃഷ്ണൻ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്, ബിക്കോസ് ഇന്ന് വിമൻസ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ആള് പ്രൊഫഷണലി ഒരു മാത്സ് ടീച്ചറാണ്, ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണ്, എല്ലാത്തിനും അപ്പുറത്തേക്ക് കേരളത്തിലെ ഫസ്റ്റ് ലാൻഡ് ക്രൂസർ 80 സീരീസ് ഓണറും കൂടെയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ശില്പ സുരേന്ദ്രൻ ടു അവർ ഷോ. ചേച്ചി, വെൽക്കം ടു അവർ ഷോ. ശില്പ സുരേന്ദ്രൻ എന്നാണ് ശരിക്കുള്ള പേര് അല്ലേ? അപ്പൊ ഈ ചിപ്പു എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത്? ആക്ച്വലി എൻ്റെ നിക് നെയിം ആണ് ലൈക്ക് ചിപ്പു എന്ന് പറയുന്നത്. അത് പിന്നെ ഞാൻ ലാൻഡ് ക്രൂസർ എടുത്തതിന് ശേഷം ചിപ്പു LC ഗേൾ എന്നാക്കി മാറ്റി ഇൻസ്റ്റാഗ്രാം നെയിം. കുഞ്ഞിലെ മുതൽ എല്ലാവരും ചിപ്പു തന്നെയാണ്. ചേച്ചി മാത്സ് ടീച്ചറാണ്. അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഫ്രീലാൻസ് ആയിട്ട് എൻട്രൻസ് ട്യൂട്ടർ ആണ്. ഓ അങ്ങനെ. അതെ. ഓക്കെ ഓക്കെ. മാത്സ് ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത്, ഞാൻ കുഞ്ഞിലെ ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ മാത്സ് പീരീഡില് ടീച്ചറിനെ സഹിക്കുന്നതേ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും PT പീരീഡ് കിട്ടും. കറക്റ്റ് ഈ PT പീരീഡ് ആകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മഴ പെയ്യും, അല്ലെങ്കിൽ PT സാറിന് വരാൻ പറ്റാതാവും. അപ്പോൾ ഈ ടൈമിൽ വരുന്നത് ഈ മാത്സ് ടീച്ചറായിരിക്കും. സത്യം പറഞ്ഞാൽ ടീച്ചറിന്റെ മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ? അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അത്ര ഇഷ്യൂസ് ഇല്ല ശരിക്കും. ഇപ്പം കുറച്ചുകൂടെ നമ്മൾ കുട്ടികളുമായിട്ട് ഇടപെടുന്ന രീതിയും എല്ലാം മാറിയതുകൊണ്ട് അവർ നമ്മൾക്ക് നിൽക്കുന്ന ഒരു അപ്രോച്ചും ഡിഫറെൻ്റ് ആണ്. അപ്പം മീൻസ് എൻ്റെ ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ ഫ്രീലാൻസ് ആണ്, അപ്പം അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഉള്ള ദിവസം ആക്ച്വലി നമ്മുടെ സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ ഇപ്പം ക്ലാസ് ഇല്ലെങ്കിൽ അവരിങ്ങനെ തലേദിവസം ഇങ്ങനെ മെസ്സേജ് ഇടും, നാളത്തേക്ക് നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. കുറച്ചുകൂടെ യങ് ആയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ അതുകൊണ്ടാണ്. ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പഴയ ടീച്ചർമാരായിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിലേക്ക് വരുന്നത്? ഞാൻ മുന്നേ മുതൽ വണ്ടികൾ ഓട്ടിക്കുമായിരുന്നു. ഇപ്പം ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ വണ്ടികളൊക്കെ ഓട്ടിക്കുമായിരുന്നു. അതിന് ശേഷം ഇത്രയും, അതായത് നമ്മളുടെ റേസിങ് അങ്ങനത്തെ ഒരു ക്രേസിലോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 years ആവുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? അത് അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് വന്നവരുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ തോന്നിയിട്ടാണോ? അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ട് ഇപ്പം നമ്മൾ റീൽസ് എല്ലാം കാണുമ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും. അവരുടെ എല്ലാം ഈ ഒരു റേസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഡ്രിഫ്റ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യം ഡ്രിഫ്റ്റിംഗ് ചെയ്ത് തുടങ്ങിയത്, കാർസിൽ കുറച്ച് ഇതുപോലെ സ്റ്റണ്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം അതിന് ശേഷം പിന്നെ റേസിങ്ങിൻ്റെ ഈ ഒരു ഓപ്ഷൻ കണ്ടു, അങ്ങനെ അതിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അപ്പം ടിപ്പിക്കൽ മല്ലു ഫാമിലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പാരൻസ് എപ്പോഴും, സ്പെഷ്യലി പെൺമക്കൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്ത് വരുന്ന റെസ്പോൺസ് വിൽ ബി ഡിഫറെന്റ്. അവരൊന്നുകിൽ അവർ ചിലപ്പോൾ തീർത്ത് വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും
അവർ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, വേണോ, അത് നോക്കണം, നമുക്ക് പിന്നീട് അതിനെപ്പറ്റി തീരുമാനിക്കാം. അങ്ങനെ ഒരു എന്താ വലിയ താല്പര്യമില്ലാത്ത ഒരു സമീപനം വീട്ടുകാരിൽ നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ റെസ്പോൺസ് ആയിരുന്നോ വീട്ടിൽ നിന്ന്? വീട്ടുകാർ ഇപ്പോഴും അങ്ങനത്തെ ഒരു റെസ്പോൺസ്, കാരണം ഓരോ റേസിന് പോകുമ്പോഴത്തേക്കും അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു റെസ്പോൺസ് തന്നെയാണ്. അതിപ്പോൾ എത്ര നാളായാലും മാറത്തില്ല. പൂർണ്ണമായൊരു എതിർപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പൂർണ്ണമായിട്ടുള്ളൊരു എതിർപ്പില്ല. ബിക്കോസ് നമ്മൾ നമ്മളുടേതായ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിനുശേഷം അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇത് ഒപ്പീനിയൻ ചോദിക്കണം. പക്ഷെ എന്നാൽ കൂടി അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പോൾ ഈ പാഷൻ ആൻഡ് പ്രൊഫഷൻ രണ്ടും, അതായത് മാത്സ് ടീച്ചർ എന്ന് പറയുക, അതുപോലെ ഈ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ നിൽക്കുക, രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, അല്ല എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്, പാഷൻ ആൻഡ് പ്രൊഫഷൻ? മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഒരു ടീച്ചറായിട്ട് നിൽക്കുമ്പം അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിലും ഇപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പോഴത്തേക്കും ടീച്ചർ ആകുമ്പോഴത്തേക്കും സാരി ഉടുത്ത് പോകണം, അല്ലെങ്കിൽ ചുരിദാർ ഇടുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഇതിൽ പോകണം, റൈറ്റ്, മോഡസ്റ്റ്, ദാറ്റ്സ് എ കറക്റ്റ് വേർഡ്. സോ ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു ഇങ്ങനെ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പല ഷോയ്ക്കും പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഡ്രസ്സിങ് ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ജീൻസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനെ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ കൂടെ ഇപ്പോഴും പാരൻസ് ഉണ്ട്, അങ്ങനത്തെ പാരൻസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് എൻ്റർ ചെയ്യാനോ അങ്ങനെ പറ്റത്തില്ല. കാരണം നമ്മൾ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഒരു കൾച്ചർ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല സ്റ്റുഡൻസിന് നമ്മളൊരു യൂണിഫോം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ടീച്ചേഴ്സ് ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ ചെല്ലണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഫേസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തൊരു രീതിയിൽ നമുക്ക് കുഴപ്പമില്ല. ഡ്രസ്സിങ്ങിലാണ് മെയിനായിട്ടും ആ ഒരു ഇത് നമുക്ക് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണമെന്നില്ല. മേ ബി ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഗൈഡൻസ് തരാൻ, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഒരു അറിവുമില്ലാത്തൊരു ഫീൽഡിലേക്ക് കയറിപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അങ്ങനെ ഗൈഡ് ചെയ്യാൻ, അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോകുമ്പോഴത്തേക്കും അവിടെ നോർമലി ഒത്തിരി പേരുണ്ടാവും. അപ്പം നമ്മളുടെ ഉള്ളിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഏതെങ്കിലും ഒരു പ്ലേസിൽ നമ്മൾ എത്തിച്ചെല്ലുമ്പോഴത്തേക്കും മേ ബി ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവിടെ. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഞാനുണ്ട്. സോ അവരാണ് എന്നെ ഫുള്ളായിട്ട് ഗൈഡ് ചെയ്തത്. നമ്മുടെ ട്രിവാൻഡ്രം ഓഫ് റോഡ് ക്ലബ്ബ് ഉണ്ട്. സോ അവരുടെ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും എനിക്ക് ഓഫ് റോഡിങ്ങിന് ഇറങ്ങാൻ വേണ്ടി വണ്ടിയില്ല. അപ്പം അവരാണ് എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് വണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മീൻസ് കോ ഡ്രൈവറായിട്ട് ഇരിക്കുമ്പോഴും അവർ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ലേഡി ലാൻഡ് ക്രൂസർ 80 സീരീസ് ഓണറാണ് ചേച്ചി. അപ്പോൾ എന്തായിരുന്നു അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താനുള്ള കാരണം? അത് ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ വേണം, കേരളത്തിലെ ഫസ്റ്റ് ലേഡി ലാൻഡ് ക്രൂസർ 80 സീരീസ് എടുക്കുന്ന ആളെ ഞാനായിരിക്കണം, അങ്ങനെ ഒരു ടൈറ്റിലിനോടൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മേ ബി ആ വണ്ടിയോടുള്ള അതിയായ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകാം. ഏതായിരുന്നു ചേച്ചിയുടെ മോട്ടീവ് അതിൽ? എനിക്ക് SUV കാർസിനോട് കുറച്ച് ക്രേസ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ വലിയ വണ്ടിയിൽ ഇറങ്ങുന്ന ആൾക്കാരെയും പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വലിയ വണ്ടിയിൽ വന്ന് ഇറങ്ങണവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ ഒരു ലൈക്ക് ഒരു നോർമലായിട്ടുള്ളൊരു ഫാമിലിയാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഒന്ന് മേടിക്കാനുള്ളൊരു ഫിനാൻഷ്യൽ ഒരു ഇതില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് ആക്ച്വലി ഏർണിങ്സ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് വണ്ടി എടുക്കുന്നത് SUV തന്നെ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു SUV കാർ ഓപ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ ഫെയിലിയർ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തും ലൈക്ക് സക്സീഡ് ആവണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചറിയണം എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഈ ഒരു കാറ് തന്നെ ഓപ്റ്റ് ചെയ്തെടുത്തത്.
ഓക്കെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ കാണുന്നതാണ്, ഇപ്പൊ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്നൊരു സ്ത്രീ വളരെ ഈസി ആയിട്ട് വളരെ ചില്ലായിട്ട് അവര് അത് 4 വീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ 2 വീലർ ആയിക്കോട്ടെ അവരത് ഡ്രൈവ് ചെയ്യുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുത്ത് അവരത് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ കമന്റ് സെക്ഷനിൽ 90% വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വലിയ കാര്യമാണോ, പെൺകുട്ടിയാണെന്ന് വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ. അത് ഒരു ടൈപ്പ് ആൾക്കാർ. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കും, അത് കഴിയുമ്പോൾ വേറെ ആൾ ഡ്രൈവ് ചെയ്യും, ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഏറ്റവും കൂടുതൽ പറഞ്ഞ ഇങ്ങനത്തെ കമൻസ് ആണ്. നമ്മൾ പിന്നെ ലേഡീസ് എന്ന് പറഞ്ഞ രീതിയിൽ ഇതിനൊന്നും തിരിച്ച് പറയില്ല, അല്ലെങ്കിൽ അവരത്രയും വൾഗറായിട്ട് പറയുമ്പോൾ നമുക്ക് അത്രയും വൾഗറായിട്ട് സംസാരിക്കാൻ വോയിസ് ഇല്ല എന്ന് കേട്ടിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ലൈക്ക് ഒരു ജോലിയില്ല, ഞാൻ ശരിക്കും പറയും, ഒരു ജോലി ഇല്ലാണ്ട് ഇങ്ങനെ രാവിലെ മുതൽ റീൽസ് കണ്ടിട്ട് അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നതാണ്. ബിക്കോസ് അവരതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം അവരുടെ സ്വന്തം വണ്ടി പോലും ആയിരിക്കില്ല അവർ ചിലപ്പോൾ ഫോട്ടോ ഇടുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ പോലും അംഗീകരിക്കാതെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അംഗീകരിച്ച് വേറൊന്നത്തിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സമൂഹത്തിനെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇങ്ങനെ മീൻസ് നമ്മൾ അത് നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ പോലും ആയിരിക്കില്ല. അത് കണ്ടുപിടിച്ച് സെർച്ച് ചെയ്തിരുന്ന് കണ്ടുപിടിച്ച് അതിൽ പുതിയ വീഡിയോ വന്നിരുന്നെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. അത് ആ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഫീലിംഗ് ഞങ്ങളെ ഇതുപോലെ എല്ലാവരും അറിയുമല്ലോ എന്നുള്ളൊരു ഇതിലായിരിക്കും ചിലപ്പം കമൻറ്റ് ഇടുന്നത്. പക്ഷേ ഡെയിലി ഇരുന്ന് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഇരുന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരും. അതെ അതെ അതെ. ഓക്കെ, ആക്ച്വലി ഡ്രൈവിംഗ് ഒരു സ്കില്ലാണ്. ആർക്കും ഒരു അപകടം ഇല്ലാത്ത രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് തന്നെയാണ്. ചേച്ചി ഒരു മാത്സ് ടീച്ചറാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ചേച്ചിക്ക് ഒരു ടീച്ചർ ആയ ശേഷം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഈ ഒരു സമൂഹത്തിൽ ഒരു ടീച്ചർ എന്ന രീതിയിൽ ചേച്ചിക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും, എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അതായത് നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഒരു ടീച്ചിങ് സിസ്റ്റം ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടീച്ചിങ് സിസ്റ്റത്തിൽ മെയിനായിട്ടും ഇപ്പം ഞാൻ പഠിച്ചിരുന്ന ടൈം മുതലുള്ള 90s കിഡ്സ് പഠിച്ചിരുന്ന ടൈം തന്നെയാണ് ഇപ്പോഴത്തെ 2K കിഡ്സും പഠിക്കുന്നത്. ഒരു വ്യത്യാസമില്ല ആ സിലബസിലൊന്നും. പക്ഷേ നമ്മൾ ഇപ്പം കുട്ടികൾ തന്നെ നമ്മൾ പഴയ ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം അല്ല. അപ്പം അവർക്ക് വേണ്ടുള്ള ആ ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം വെച്ചിട്ട് സിലബസും കൂടെ ചേഞ്ച് ചെയ്യണം. സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മീൻസ് വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ ഒരു സ്വിമ്മിങ് ക്ലാസ് മെയിനായിട്ട് നമ്മളുടെ സ്കൂൾസിൽ വേണം. കാരണം അതൊക്കെ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസ് മെയിനായിട്ട് വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്വിമ്മിങ് ക്ലാസ് ജസ്റ്റ് ഒരു PT ക്ലാസ് മാത്രമാണ് നമ്മൾ അപ്പോഴും കാണുന്നത്, ഇപ്പോഴും കാണുന്നത് അതല്ല. പക്ഷേ PT ക്ലാസ് ഒക്കെ പല സ്കൂളുകളിൽ ഇപ്പോഴും പേരിന് മാത്രമേ, അവിടെ ഒന്നും ചെയ്യുന്നില്ല, മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഈ ഒരു സ്വിമ്മിങ്, സെൽഫ് ഡിഫെൻസ്, ഇതെല്ലാം നമ്മളൊരു ട്രാവലിങ്ങിൽ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല നമ്മളുടെ സിലബസിൽ മെയിനായിട്ട് നമ്മൾ ഒരു എൻജിനീയറിങ്ങിനൊക്കെ കയറുമ്പോഴാണ് നമ്മൾ ഈ വണ്ടികൾ എന്താണെന്നും നമ്മളുടെ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും ചേച്ചിയാണുള്ളത്, ലൈക്ക് ഗേൾ ചിൽഡ്രൻ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഒന്നും അറിയത്തില്ലായിരിക്കും, വണ്ടീനെ കുറിച്ചിട്ടോ ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് വണ്ടീനെ ആഗ്രഹമുണ്ട്, ആ ഒരു പാഷൻ ഉണ്ടെങ്കിലും അത് വളർത്താൻ വേണ്ടി നമ്മളുടെ സ്കൂൾ സിസ്റ്റത്തിൽ നിന്നൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അതും ഇല്ല. അപ്പം നമുക്ക് പിന്നെ നമ്മൾ ഏൺ ചെയ്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണ ടൈമിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളുടെ ഒത്തിരി ഒരു ടൈം പോയി കഴിയും. പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഫാമിലി ബിൽഡ് ചെയ്യേണ്ട ടൈം ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു നമുക്ക് മെക്കാനിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാനും വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ മാത്രമല്ല +1 +2 എത്തുമ്പോൾ എല്ലായിടത്തും നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാമല്ലോ. അതായത് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാം. പക്ഷെ അതിലെന്തുകൊണ്ട് നമുക്കൊരു ലൈക്ക് മെക്കാനിക്കൽ ആ ഒരു ഇത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഡിപ്ലോമയൊക്കെ എടുക്കുമ്പോഴത്തേക്കും. പക്ഷേ നോർമൽ ഒരു CBSE സിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മൾ SCRT സിസ്റ്റത്തിലും വരേണ്ട ഒരു ഇതാണ് നമ്മളുടെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓട്ടോമോട്ടീവ് ഇത് സബ്ജക്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ചേച്ചി ഈ ഫീൽഡിൽ വന്നതും ഒറ്റയ്ക്കാണ്, ഇപ്പം നിൽക്കുന്നതും ഒറ്റയ്ക്കാണ്. മേ ബി സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ഫീൽഡിൽ ചെയ്യുന്നതും എല്ലാം ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ചെയ്യുന്നത്.
ആസ് എ ഗേൾ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു അനുഭവം ഉണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ജ്ഞാനം ഉണ്ടാവുക എന്നതില്ല. നമുക്ക് ആൾക്കാരുടെ സഹായം വേണ്ടി വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ അറിവില്ലായ്മയെ ആൾക്കാർ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അധികം ഇറങ്ങാത്തൊരു ഫീൽഡിലാണ് ചേച്ചി ഉള്ളത്. അപ്പോൾ അത് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചേച്ചിക്ക് പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. മോശം എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമ്മളുടെ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ യൂസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പം റേസിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തായിരിക്കില്ലല്ലോ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. നമുക്ക് രാത്രി ട്രാവൽ ചെയ്തെത്തണം. ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ ആ ഒരു മീൻസ് ഒറ്റയ്ക്കാണെന്നുള്ളൊരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നൈറ്റ് ലൈഫ് ഓൺ ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ സേഫ് അല്ല. ആ ഒരു സിസ്റ്റമൊക്കെ മാറ്റേണ്ട. പോലീസ് എവിടെയാണുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ട്രെയിനിൽ നമ്മൾ അൺസേഫ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരു ബോഗിയിൽ ചിലപ്പോൾ ആരും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ബോഗിയിൽ മൂവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെയും ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ബോഗിയിലും അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റം കൊണ്ടുവരണമെന്നുണ്ട്. മേ ബി ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഷെയർ ചെയ്യാനും ആൾക്കാർ അപ്പം നമ്മുടെ അടുത്ത് കാണണമെന്നില്ല. അങ്ങനെ പുറത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ആരും ഹെൽപ്പിനില്ലാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതെ, ഇപ്പം ഞാനൊരു ലൈക്ക് ലീഗലി എനിക്കത് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ലീഗലി മൂവ് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ എൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് ശരി. ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, സ്റ്റിൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് മോശമായിട്ട് ബിഹേവ് ചെയ്ത് അത് ഞാൻ ലീഗലി മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം നമ്മൾ അതും ഒരു പ്രൊവക്കേഷൻ ഇല്ല. മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊവക്കേഷൻ ഇല്ലാതെയാണ് ഇവരൊക്കെ ഇതും ചെയ്യുന്നത്. അത് അവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈസിലി അവൈലബിൾ എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, അവൾ ടീച്ചറായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നു, സോ അവൾ ഈസിലി അവൈലബിൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലുള്ളതുകൊണ്ട് ഈ ഒരു നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എല്ലാവരും അല്ല കേട്ടോ, ഒരു ചെറിയ ആൾക്കാർ ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. അതിൽ തന്നെ ഇപ്പം നമ്മൾ ലീഗലി അതിനെ മൂവ് ചെയ്യുമ്പോൾ അവർ പറയണ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു പോയി, അതങ്ങനെ ആയിപ്പോയി, അറിയാണ്ട് പറ്റിയതാണ്, ഇനി എന്തെങ്കിലും കോമ്പൻസേഷൻ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹേർട്ടാവുന്ന ചിലപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഹേർട്ടായിട്ട് അത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന നഷ്ടം നമുക്ക് അവിടെ തീരുന്നില്ല. ചില ആൾക്കാര് പറ്റിപ്പോയി സംഭവിച്ചു പോയി എന്ന് പറയും, പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് അതൊരു ലൈഫ് ടൈം ട്രോമയാണെന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നില്ല, അല്ലേ? നമ്മൾ അതിൽ നിന്ന് വരാൻ മേ ബി 1 വീക്ക് എടുക്കാം, 2 വീക്ക് എടുക്കാം, മന്ത്സ് എടുക്കാം. അതാണ് മെയിൻ. നമുക്കൊരു ട്രോമ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് റിക്കവർ ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുക്കും. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി കുറേ ടൈം എടുക്കും. ഇൻഡിപെൻഡൻ്റ് ആവുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ എത്രയോ റേപ്പ് കേസുകളൊക്കെ നടക്കുന്നു, അവിടെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ കുട്ടികൾ തന്നെ അത് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കുന്നവരുണ്ട്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ അപ്പോഴത്തേക്കും പോവും, ഫുള്ളി കട്ടാവും. ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ പിന്നെ ഉണ്ടാവില്ല. അതാണ് മെയിൻ. അപ്പോൾ ആ ഒരു ട്രോമയൊക്കെ ഓവർകം ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഈ പറയുന്ന സോറി വെച്ചിട്ട് നമുക്ക് എന്തായാലും അത് ഇനി ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളതിനെ ലീഗലി മൂവ് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ലീഗലി മൂവ് ചെയ്തു, ഇപ്പോൾ 2-3 എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും ആൾക്കാർ അതിനെ ചിത്രീകരിക്കുന്ന രീതി വേറെയാണ്. അവർ പറയണത് എന്താണ്, മീൻസ് നിനക്ക് മാത്രമല്ല ഇഷ്യൂ ഉണ്ടാകുന്നത്, നിനക്ക് മാത്രമല്ല ഇഷ്യൂ ഉണ്ടാകുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളാണ് പുറത്തോട്ട് പോകുന്നത്. നമ്മൾ ഒരു 10% ലേഡീസ് ആയിരിക്കും പുറത്തോട്ട് എപ്പോഴും നിൽക്കുന്നത്. എല്ലാവരും പുറത്തോട്ട് എപ്പോഴും നിൽക്കുന്ന ആൾക്കാരല്ല, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരെ ചെന്നിട്ട് വീട്ടിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നു. സോ അതൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. മാത്രമല്ല മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെ കോസ്റ്റ്യൂമിനെ വെച്ചിട്ടാണ്, ഡ്രസ്സിങ് വെച്ചാണ് പറയുന്നത്. ആ ഒരു ഇത് എപ്പോഴാണ് മാറണതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കോസ്റ്റ്യൂം വെച്ചിട്ട് ആൾക്കാർ പറയുന്നത് പറയും. ഇപ്പൊ ഡ്രസ്സിങ്, ഇപ്പം ടീച്ചർ ആയിരിക്കുന്ന ഒരാൾക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്ത് യൂസ് ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ്, അതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാവും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വ്യത്യാസമാണ്. അതെ, അത് നമുക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാം. പക്ഷെ അത് എല്ലായിടത്തും പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. കാരണം ഒരാൾക്ക് അയാളുടേതായ ഇഷ്ടങ്ങളും കൂടി ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുന്നത്, ഡ്രസ്സിങ് ഒരാളുടെ സ്വഭാവത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഇടയ്ക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇടയ്ക്കായിട്ട് റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ കേരളം വെച്ച് ഏറ്റവും നല്ല എന്താ പറയുക, ഇത്രയും നല്ല സ്വഭാവമുള്ള, വളരെ അച്ചടക്കമുള്ള, വളരെ നന്നായി ഡ്രസ്സ് ചെയ്യുന്ന, സമൂഹത്തിൽ പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഒരു ഗുഡ് ഗേൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഗ്രീഷ്മ അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല ഒരു രീതിയിലും. ഡ്രസ്സിങ് വെച്ച് ഒരാളെയൊക്കെ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ ചിന്താഗതികൾ. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ ഞാനിപ്പോൾ ഒരു വീഡിയോസ് കാണുന്ന, അല്ലെങ്കിൽ ഒരു റീൽസോ യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കാണുന്ന ടൈമിൽ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കമൻറ്റാണ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞത്. ആ ടൈമിൽ ഞാനത് ഇഗ്നോർ ചെയ്ത് ഇട്ട ഒരു വ്യക്തിയാണ്. കാരണം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ മാത്രമേ അവർ ന്യായീകരിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് എടുക്കണതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വരും നമ്മളിത് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ജസ്റ്റ് കേട്ടൊരിതായിരിക്കും. പക്ഷെ നമ്മളുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ഇമ്പാക്റ്റ് എത്രയാണെന്ന് മനസ്സിലാവും. എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് അവളുടെ ഡ്രസ്സിങ് അങ്ങനെയായിരുന്നു. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഒരു ലൂസായിട്ടുള്ള ഒരു ജീൻസും ഒരു ടീഷർട്ട് മീൻസ് ഒരു ഷർട്ടും ആയിരുന്നു. അതും ഒട്ടും ടൈറ്റായിട്ടുള്ളതല്ല. ടൈറ്റിന് ഞാൻ ഇത് ചെയ്യുന്നതല്ല, പക്ഷെ ഒട്ടും ടൈറ്റായിട്ടുള്ള ഒരു ഡ്രസ്സല്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ വരെ എന്നെ മോശമായിട്ട് ഇത് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോഴെനിക്ക് മനസ്സിലായി. അവർക്ക് ന്യായീകരിക്കാനുള്ള ഒരു കാര്യമാണ് ഡ്രസ്സിങ്, അല്ലാതെ വേറൊന്നുമല്ല. അത് അവർക്ക് മിസ്ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻസിറ്റിയോ എന്തെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അവർ ചെയ്യും. കാരണം നമ്മളെ വീട്ടിലെ അമ്മമാർ യൂസ് ചെയ്യുന്ന സാരി ആയിരിക്കും, അവരുടെ സൈഡിൽ കൂടെ ചിലപ്പോൾ ലൈക്ക് സാരി ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് വെയർ ചെയ്യണമെന്ന് അറിയാം. അതിലെങ്ങനെ അവർക്ക് മിസ്ബിഹേവ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന, അവർക്ക് വീട്ടിലും എങ്കിൽ അവർ ചെയ്യും. ആക്ച്വലി ഇങ്ങനെ പ്രൊവോക്ഡ് ആവുന്ന ആൾക്കാർ എല്ലാ രീതിയിലും പ്രൊവോക്ഡ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ നമ്മൾ ഡ്രസ്സിങ് ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ 4-5 വയസ്സുള്ള 3-4 മാസമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ് അവരെയൊക്കെ റേപ്പ് ചെയ്യുന്ന കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ എന്ത് പ്രൊവോക്കേഷൻ ആണ് സംസാരിക്കാൻ പോലും അറിയാത്ത കുഞ്ഞു മക്കൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഡ്രസ്സിങ് പ്രൊവോക്ഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഇല്ല എന്നുള്ളതാണ്. അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അയാൾ അറിയില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെ. ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയാവുന്നുള്ള ആള് വീട്ടിലാണെങ്കിലും പൊതുസമൂഹത്തിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഒറ്റയ്ക്കൊരു സിറ്റുവേഷനിൽ കിട്ടുമ്പോഴും അവർക്കത് ബിഹേവ് ചെയ്യാൻ അറിയായിരിക്കും. ഇത് വെറുതെ ഒരു ഇമ്പാക്റ്റ് അല്ല. എനിക്കുണ്ടായ ഏറ്റവും മോശം അനുഭവം, എൻ്റെ ഇത്രയും ലൈക്ക് ഒരു സ്റ്റേജിൽ എനിക്കുണ്ടായ ഏറ്റവും മോശം അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്. അവർക്ക് വീട്ടിൽ ബിഹേവ് ചെയ്യാനും അറിയത്തില്ലായിരിക്കും, സമൂഹത്തിലും ബിഹേവ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ നമ്മളെ ഒരു ഒറ്റയ്ക്കൊരു സിറ്റുവേഷനിൽ കാണുമ്പോഴത്തേക്കും അതെൻ്റെ പെങ്ങളാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ നമ്മളടുത്ത് ബിഹേവ് ചെയ്യാൻ വന്നിട്ടുള്ളൂ. സോ അതിന് ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 10 റീസൺസ് പുറത്ത് കാണിക്കും. പക്ഷെ അതൊരിക്കലും ഒരു റീസണായിട്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ റീസണായിട്ട് പറയാൻ പറ്റില്ല. ഇവരെന്തായാലും പുറത്തോട്ട് എന്തായാലും കൊണ്ടുവരണം. അവരുടെ വീട്ടുകാരറിയണം അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്. നിങ്ങളുടെ അവരുടെ വീട്ടുകാരും വീട്ടിൽ സേഫ് അല്ല എന്ന് അവരറിയണം. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ വീട്ടിലുള്ളപ്പോൾ അവരും സേഫ് അല്ല എന്ന് അവരറിഞ്ഞിരിക്കും. ഈ ഒരു ആൾക്കാരൊക്കെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുവരുമ്പോഴായിരിക്കും ആ നാട്ടിലെ ഏറ്റവും നല്ല വിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരായിരിക്കും മേ ബി ഇങ്ങനത്തെ ആൾക്കാരല്ലേ. എല്ലാവരും പറയണത് ഇപ്പം നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി നമ്മളത് പുറത്ത് റിവീൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പറയണം പക്ഷെ അവൻ അങ്ങനെ അല്ല, അവൾ അങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണു, നമ്മളുടെ ഡ്രസ്സിങ് ഇങ്ങനെ, അപ്പോൾ അവൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയല്ല എന്നുള്ളൊരു ടോക്ക് വരും. അപ്പം ഇത് പേടിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം പുറത്ത് പറയാൻ പറ്റത്തില്ല. മെയിനായിട്ട് നമുക്കത് പുറത്ത് പറയാം. കാരണം ആൾക്കാർ നമ്മളങ്ങനെയായിരിക്കും ഇനി കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നീതി കിട്ടത്തില്ല.
എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ആൾക്കാരേന്ന് പോലും നമുക്കൊരു സപ്പോർട്ട് കിട്ടത്തില്ല. അവർ പറയണ ഒരു കാര്യം ഇതായിരിക്കും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഫുള്ളായിട്ട് പോകും. നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡയസിൽ ചെന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റണമെങ്കിൽ നമ്മളെല്ലായിടത്തും വിജയിച്ചിരിക്കണം. നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എല്ലാം കീപ്പ് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ഡയസിൽ ചെന്നിട്ട് ഓപ്പൺ ആയിട്ട് ഒരു 10 പേരെടുത്ത് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ലീഗലി നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വരുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ്. കാരണം നിരന്തരം നമ്മൾ ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. നമ്മുടെ ടൈം, നമ്മുടെ മണി, നമ്മുടെ വിലപ്പെട്ട നമ്മുടെ എനർജി എല്ലാം ഇതിനു വേണ്ടി നമ്മൾ വേസ്റ്റ് ആക്കും. അപ്പോൾ പകുതി ആൾക്കാരും ഡ്രോപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്ത് ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞെന്നിരിക്കാം, അവർ നമ്മളെ കാണുന്ന വേറെ രീതിയിലായിരിക്കും. ഇതൊക്കെ എത്രയോ അടുത്ത് നടക്കുന്നതാണ്. ഇതൊക്കെ വലിയ സംഭവമാക്കാനുണ്ടോ? അവരെ സംബന്ധിച്ച് ഇതൊക്കെ നോർമലൈസ് ചെയ്ത് നമ്മുടെ സൊസൈറ്റി കാണുന്നതാണ് വലിയ കാര്യം. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? ഒരു സിറ്റുവേഷൻ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ നോർമലി ഈ സൊസൈറ്റിയിൽ ഉണ്ടാവണമല്ലേ, അപ്പോൾ ഇതിനെ ഇത്രയും വലുതായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കുണ്ടാകുന്ന നോർമൽ കാര്യമല്ല. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനാ ആ സമയത്ത് അവിടെ പോയി നീ എന്തിനാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി, ഇത് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ്, നീ എന്തിനാ ആ ഡ്രസ്സ് യൂസ് ചെയ്തു, നീ എന്തിനാ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോയി. ചിലപ്പോൾ നമ്മൾക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പം ഞാനൊരു ട്രാവലിംഗ് ആണ്. അപ്പം ഞാനൊരു ട്രാവലിംഗ് ടൈമിൽ എനിക്ക് ചിലപ്പം വാഷ്റൂം യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഡ്രസ്സിൽ എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ പീരീഡ്സ് ടൈം ആയിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതിന് ചിലപ്പോൾ നമ്മളൊരു റൂം എടുക്കും. ഈ റൂം എടുക്കുന്ന ടൈമിൽ നമ്മളതിന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കില്ല റൂം എടുക്കുന്നത്. പക്ഷേ സ്റ്റിൽ കാണുന്നത് നമ്മൾ ആ ഒരു റൂം എടുക്കുമ്പോൾ നമുക്കൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്ന ഒരു കാര്യം എന്താണ്, നീ എന്തിന് റൂം എടുത്തു. അതിൻ്റെ പുറകിൽ നമ്മളിനി എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അതൊന്നും ഇമ്പാക്റ്റ് ഇല്ല. നീ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി, ഇതാണ് പറയണത്. നമ്മൾ ആ വ്യക്തിനെ അങ്ങനെ ആയിരിക്കില്ല കണ്ടതെന്നല്ല അവർ പറയുന്നത്. നീ എന്തിന് സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നാണ് പറയണത്. നമ്മളെവിടെയും നമ്മളുടെ കൺസെൻ്റാണ് മെയിൻ. നമ്മളെ കൺസെൻറ്റോ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു വ്യക്തി നമ്മൾക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ശരിക്കും ആ വ്യക്തിക്ക് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അല്ലാതെ ഒരു വ്യക്തി നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. മേ ബി നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഒന്നും അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്ത് അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഗവൺമെൻറ് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ എന്തിനവിടെ പോയി, എന്തിനാ വസ്ത്രം ധരിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയേ ഇല്ല. അങ്ങനെ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരാളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കാണുന്ന ഓഡിയൻസ് വിചാരിക്കും എന്താണ് നമ്മൾ ഇങ്ങനെ മാത്രം സംസാരിക്കുന്നത്. കാരണം ഇത് വുമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം നമ്മളും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ ഇപ്പോൾ പാഷൻ വൈസ് ആയിരുന്നാലും പ്രൊഫഷൻ വൈസ് ആയിരുന്നാലും ഏറ്റവും വലിയൊരു ഡ്രീം എന്താണ്? എനിക്ക് ഇപ്പോൾ പാഷൻ വൈസ് ആണെങ്കിൽ നമ്മളുടെ കാറിൻ്റെ റേസിങ്ങിൽ റാലി ഇറങ്ങണമെന്നുണ്ട്. റാലിനെക്കാട്ടി മെയിനായിട്ട് നമ്മളുടെ ഈ F1 റേസിങ്ങിൽ ടാറിട്ട റോഡിൽ ചെയ്യണതുണ്ട്. അപ്പോൾ അത് ഡ്രാഗ് റേസ് പറയും. അത് ഓരോന്നിനും ഓരോ നെയിംസ് ആണ് കേട്ടോ. അപ്പോൾ അത് അതെ അതിന് ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു റേസിങ്ങിൽ ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ഡ്രീം ആക്ച്വലി. അതിന് കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് എക്സ്പെൻസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ എന്തെങ്കിലും സ്പോൺസർഷിപ്പിങ് അങ്ങനെയൊക്കെ കിട്ടുകയാണ്, നമ്മളുടെ ഇപ്പോൾ ടാലൻറ്റ് കണ്ട് സ്പോൺസർഷിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും അതിലിറങ്ങും. അതെ അതെ. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ കാണും. മേ ബി അവർക്ക് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, മേ ബി ചേച്ചി അറിയാവുന്ന, ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇൻ്റർവ്യൂ കാണുന്നുണ്ടാവും. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ചേച്ചിയുടെ ലൈഫിൽ ചേച്ചിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ചേച്ചി പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒരു അഡ്വൈസ് രീതിയിൽ പറയാൻ പറ്റുമെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്? ഫസ്റ്റ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം നമ്മൾ മണി ഈസ് പവർ എന്ന് പറയാൻ
എല്ലാവരും പറഞ്ഞതിൽ അത് മെയിൻ ഒരു ഫാക്ടറാണ്. കാരണം നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സെക്കൻഡായിട്ടും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യണതിന് മുമ്പേയും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ഇറങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തിനെങ്കിലും പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇത് രണ്ടും മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. പിന്നെ ലോങ് വിഷൻ. ബിക്കോസ് നമ്മൾ ഇവിടെ എത്തണം എന്നുള്ളൊരു, ഇപ്പം എനിക്കാണെങ്കിൽ ഒരു ഇതുണ്ട്, ഞാൻ അവിടെ നമ്മളുടെ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഡ്രാഗ് റേസർ ആവണം എന്ന് എനിക്കൊരു പാഷൻ ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓരോ സ്റ്റെപ്പും അതിനോട് വേണ്ടി എടുത്തു വെക്കാൻ പറ്റും. ചില ആൾക്കാർ പെട്ടെന്നുള്ള അവരുടെ ആഗ്രഹത്തിനെങ്കിൽ എടുത്തു ചാടിയൊക്കെ വരും. പിന്നീട് അവസാനം അതാ അത് അവരുടെ എനർജി നഷ്ടം. മെയിനായിട്ട് അവരിപ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് എടുക്കും. ഇത് കണ്ടു, റീൽസ് കണ്ടു, വണ്ടി എടുക്കുന്നു. ഇതേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. റീൽസ് കാണുകയാണെങ്കിൽ റീൽസ് കാണുക, സേവ് ചെയ്ത് വെക്കുക. നമുക്ക് എന്താണ് ആദ്യം അതിനെ പഠിക്കുക. നമുക്കത് ചെയ്യാൻ പറ്റുക, നമ്മളുടെ ഇത്ര എക്സ്പെൻസാണ് അതുണ്ടോ എന്ന് നോക്കുക. നമുക്ക് പിന്നെ അവിടെയാണ് എത്തേണ്ടത്. അത് ഒരു റീൽസിന് വേണ്ടി അല്ല ചെയ്യേണ്ടത്, അവിടെയാണ് നമ്മളുടെ വിഷൻ. അത് നോക്കുക. ഓക്കെ എങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുക. അതിനിപ്പോൾ നമ്മൾ റീൽസ് കണ്ട ഒരു 3 months ആണ് വെയിറ്റിംഗ് പീരീഡ്, 6 months ആണ് വെയിറ്റിംഗ് പീരീഡ്, 1 year ആണ് വെയിറ്റിംഗ് പീരീഡ് എങ്കിൽ ആ 1 year വെയിറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ 18 years ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ 16 years ആയിട്ടുള്ളൂ, 18 yearsലേ എനിക്ക് ലൈസൻസ് കിട്ടു, അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുമെങ്കിൽ 18 years വരെ അതിനെ തന്നെ കുറിച്ച് പഠിക്കുക. ആ ഒരു ടൈം പഠിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് മെയിന് കുറേ പൈസ ചിലപ്പോൾ നഷ്ടമാവും. നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കൊടുത്താണ് കോഴ്സ് എടുക്കണത്. അപ്പം അത് ഇതേപോലെ ഈ പൈസ നഷ്ടം എന്ന് പറയുന്നത് ആ കോഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ കാണുക. ഒരിക്കലും ഞാൻ ഇതിന് പോയി ഇത്രയും പൈസ നഷ്ടമായി ഒരു ഉപയോഗമില്ല ഇത് പറയരുത്. അതൊരു കോഴ്സാണ്. കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ എന്താവും, സക്സസ് ആവും. ഇപ്പോൾ LC ഇനി കൊടുക്കാൻ വല്ല ചാൻസും ഉണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആരെങ്കിലും ചോദിച്ചു വന്നോ ഇങ്ങനെ? ഒത്തിരി പേര് വണ്ടി എടുത്ത ടൈം മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് LC കൊടുക്കണുണ്ടോ. ഞാൻ ലാസ്റ്റ് ഒരു റീൽ വരെ എടുത്ത് കൊടുക്കുന്നില്ല. അതെന്റെ സ്വകാര്യ അഹങ്കാരമാണ്, ഞാനത് ആർക്കും ഷെയർ ചെയ്യില്ല. അപ്പോൾ ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്ത ഒരു വണ്ടിയാണ്. പിന്നെ അത്രയും നമുക്ക് ആ ഒരു പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. എന്തായാലും ഞാൻ കൊടുക്കൂല. അപ്പോൾ LC പോലെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും വണ്ടി കൂടെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ മനസ്സിലിങ്ങനെ? ഇപ്പം ആക്ച്വലി ജീപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടിരിക്കുന്നുണ്ട്. അത് ട്രാക്ക് സ്പെക് ആണ്. ഫുള്ളി ഓഫ് റോഡിങ്ങിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയാണ്, റേസിന് ഇറങ്ങാൻ വേണ്ടിയാണ്. അതെ. നമ്മുടെ കേരള സർക്കാർ ഇനിയിപ്പോൾ ഈ വരുന്ന നാളുകളിൽ, വരുന്ന വർഷങ്ങളിലായിരിക്കും മേ ബി ആഡ് ചെയ്തോന്ന് എനിക്കറിയില്ല, പോസ്കോ ആക്ട് എല്ലാ 5 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ പ്രിന്റ് ചെയ്യാനായിട്ട് അവർ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. നമുക്ക് കുഞ്ഞിലെ മുതൽ നമ്മൾ നിയമം പഠിച്ചു വരികയാണ്, കുട്ടികൾ അതിന്റെ നിയമവശം അറിഞ്ഞു വരികയാണ്. മേ ബി അത് മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷന് എന്താ അത് മൊത്തത്തിൽ അത് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചാൽ അറിയില്ല. കാരണം അത്രയും ഇൻസിഡൻസ് കൂടി വരികയാണ്, അതിന് ഡ്രോപ്പ് ഔട്ട് ഇല്ല. അതുകൊണ്ടാണ് അത്രയും ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ ക്ലാസ് മുതലേ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഡ്രൈവിങ്ങിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലും ഇതിനെപ്പറ്റി സിലബസ് ഉൾപ്പെടുത്തുക, കുട്ടികൾക്ക് എങ്ങനെയാണ് റോഡിൽ ഡ്രൈവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ട്രാഫിക് നിയമങ്ങൾ, അതിനെപ്പറ്റി വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുക. ലേണേഴ്സ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഓരോ സിഗ്നൽസ് എന്താണെന്നും ഇതൊക്കെ അറിയണത്. സിമ്പിൾസ് എന്താണ്, റോഡിൻ്റെ കേർവ്സ് വരുന്ന സിമ്പിൾസ്. പക്ഷെ അതൊക്കെ നമുക്ക് എന്താണ് സ്കൂൾ സിസ്റ്റത്തിൽ കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ലെസൺ. കാരണം മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബേസിക് ക്ലാസ് ഒക്കെയാണ് ഇതൊക്കെ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പം സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ലഹരിയുടെ അമിതമായ ഉപയോഗം കാരണം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം രക്തബന്ധം പോലും മറന്ന ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ചേച്ചി ഇതിനെ കാണുന്നത്? എന്താണ് ചേച്ചിക്ക് ഇതിനോട് പറയാനുള്ളത്? മെയിൻ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന അവരുടെ പാരൻസിനാണ്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് നമ്മൾക്ക് വന്ന് ഫസ്റ്റ് ചോദിക്കണത്? പാരൻസ് ആയിരിക്കും. അപ്പം ആ കുട്ടീന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. ആ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ പാരൻസിന് ശ്രദ്ധിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പം ഈ നമ്മളുടെ പാരൻസ് ചിലപ്പം ബിസി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ബിസി ആയിരിക്കും. ഇപ്പം ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റിൽ അവരെ എൻഗേജ് ആക്കണം. ആ ടൈമിൽ അവർ ഇങ്ങനത്തെ ഒരു ലഹരിയിലോട്ട് അവരുടെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറായിട്ട് പോകത്തില്ല. അപ്പം അത് പാരൻസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കുട്ടികളെ ശ്രദ്ധിക്കാൻ അവർക്ക് ടൈമില്ലെങ്കിൽ അതിന് വേണ്ട വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്, അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സ്പോർട്സിലോട്ടോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലോട്ട് കൊണ്ടുപോവുക. ആ ടൈമിൽ
ഈ ഒരു ലഹരിയിലോട്ട് ഒരിക്കലും കുട്ടികൾ പോകില്ല. സ്പോർട്സ് ആണ് മെയിൻ. സ്പോർട്സിന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് പോകുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു കുട്ടി എന്തിലും പോകത്തില്ല, ലഹരി എന്ന് പറഞ്ഞ ഇതിലോട്ട് അടിമപ്പെടുത്തില്ല. അപ്പോൾ വളരെയധികം പാഷനും പ്രൊഫഷനും ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും ഭയങ്കര ലൈക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റി. ബിക്കോസ് വുമൻസ് ഡേയിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ വുമൻസിന് വേണ്ടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. സോ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിനെ പറ്റി, അതായത് ഈ ഓട്ടോമോട്ടീവ് ഫീൽഡിനെ പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ആയിരിക്കും എന്ന് പേടിച്ചാണ് ഞാൻ ആക്ച്വലി വന്നത്. വെച്ച് ചേച്ചി ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഞങ്ങൾ വളരെ ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു. സോ താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വളരെ ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ച്വലി ഒരു പ്ലേസ് ആണിത്. അപ്പോൾ നമുക്ക് വളരെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വളരെ എന്താ പറയുക റിലാക്സ് ചെയ്ത് കാം ആൻഡ് റിലാക്സ് ചെയ്ത് സംസാരിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്ത് ആക്ച്വലി പന്തൽ കോഫി ആൻഡ് ബ്രൂ ആണ് കവടിയാറുള്ള. സോ താങ്ക് യു സോ മച്ച് ടു പന്തൽ കോഫി ആൻഡ് ബ്രൂ ആൾസോ.